നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠത്തിൻ്റെ വേർഡ് ഗാലറി, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ഇവയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് വേർഡ് ഗാലറി നോക്കാം. അലാം, ടു ഫീൽ ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ഭയം തോന്നിക്കുന്ന എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. ബെറി, ടു പുട്ട് സംതിങ് ഇൻ ടു എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് കവർ ഇറ്റ്, എന്തെങ്കിലും കുഴിച്ചിടുക, അതിനെയാണ് ബെറി എന്ന് പറയുക. കാറ്റിൽ, ദ ആനിമൽസ് കെപ്റ്റ് ഇൻ എ ഫാം, ഫാമിൽ സൂക്ഷിക്കുന്ന മൃഗങ്ങളെയാണ് കാറ്റിൽ എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് കന്നുകാലികൾ എന്ന് പറയാം. ക്ലൈമറ്റ്, വെദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ, കാലാവസ്ഥ. കമ്മ്യൂണിറ്റി, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ സ്പെസിഫിക് ലൊക്കാലിറ്റി, സമൂഹം. ഡാമേജ്, ഫിസിക്കൽ ഹാം, അതായത് നാശനഷ്ടം. ട്രാഷ്, വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ. വറീഡ്, ആങ്ഷ്യസ്, ഉത്കണ്ഠാകുലരായ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? റെബേക്കയുടെ കുടുംബം ഉപജീവനത്തിന് വേണ്ടി എന്തു ചെയ്തിരുന്നു? റെബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ദേ ഫാംഡ് ദ ലാൻഡ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി അവർ കന്നുകാലികളെയും ചെമ്മരിയാടുകളെയും ആടുകളെയും വളർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അവർ കൃഷി ചെയ്തിരുന്നു. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? റെബേക്കയുടെ അമ്മ വിഷമിച്ചിരുന്നത് എന്തുകൊണ്ട്? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് their crops were bad that year and their animals might die due to lack of rain. ആ വർഷത്തെ അവരുടെ വിളകൾ വളരെ മോശമായിരുന്നു. അക്കാരണത്താൽ മഴ കിട്ടാത്തത് മൂലം വിളകൾ ഉണ്ടാകില്ല. അപ്പോൾ അവരുടെ മൃഗങ്ങൾ ചത്തുപോയേക്കാം എന്ന ഭയം മൂലമാണ് റെബേക്കയുടെ അമ്മ വിഷമിച്ചിരുന്നത്. വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? ലൈബ്രറിയിൽ നിന്ന് എന്ത് പുതിയ വിവരമാണ് റെബേക്കയ്ക്ക് ലഭിച്ചത്? ഫ്രം ദ ലൈബ്രറി റെബേക്ക ലേൺഡ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ലൈബ്രറിയിൽ നിന്നും റെബേക്ക കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ആൻഡ് ഹൗ പൊല്യൂഷൻ ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ്, പരിസര മലിനീകരണവും അതുപോലെ തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും ആർ മേക്കിംഗ് ദ വേൾഡ് ഹോട്ടർ ആൻഡ് കോസിംഗ് ലെസ് റെയിൻ, മഴയില്ലാതായിത്തീരുന്നതിനും അതുപോലെ തന്നെ ഈ ലോകത്ത് ചൂട് കൂടുന്നതിനും എങ്ങനെ കാരണമാവുന്നുള്ളതും ഒക്കെ ലൈബ്രറിയിൽ നിന്നും മനസ്സിലായി. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? തൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് റെബേക്ക എന്താണ് ആവശ്യപ്പെട്ടത്? റെബേക്ക ആസ്ക് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ടീച്ച് ദെയർ പേരൻസ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹൗ ഹ്യൂമൻസ് ആർ ഹാമിങ് നേച്ചർ. തൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരോടും അവരുടെ പേരൻസിനെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് റെബേക്ക തൻ്റെ ക്ലാസ്സിലുള്ളവരോട് ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 5, വൈ ഡിഡ് ദ എൽഡേഴ്സ് ഓഫ് ദ മസായി കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ? മസായി കമ്മ്യൂണിറ്റിയിലെ മുതിർന്നവരായ ആൾക്കാർ കെനിയൻ പ്രസിഡന്റിന് കത്തെഴുതിയത് എന്തിനു വേണ്ടിയാണ്? ദ എൽഡേഴ്സ് ഓഫ് ദ മസായി കമ്മ്യൂണിറ്റി റോട്ട് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ടു ടെൽ ഹിം ദാറ്റ് they needed rain to live and to ask for laws to protect the nature. അതായത് അവർക്ക് ജീവിക്കാൻ മഴയെ ആവശ്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മസായി കമ്മ്യൂണിറ്റിയിലെ മുതിർന്നവരായ ആൾക്കാർ കെനിയൻ പ്രസിഡന്റിന് കത്തെഴുതിയത്. ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗീവ് ഹിസ് കൺട്രിമാൻ ടു സേവ് നേച്ചർ? പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി കെനിയൻ പ്രസിഡന്റ് എന്ത് നിർദ്ദേശങ്ങളാണ് തന്റെ ദേശവാസികൾക്ക് കൊടുത്തത്? ദ പ്രസിഡന്റ് ഇൻസ്ട്രക്റ്റഡ് ഹിസ് കൺട്രിമാൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദർ ഹോംസ് ടു ഹെൽപ്പ് സേവ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ദേശവാസികളെല്ലാവരും അവരവരുടെ വീടിന് വെളിയിൽ ഓരോ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്ന് കെനിയൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചു. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക, സെഡ് ദ പ്രിൻസിപ്പൽ. വൈ? നമ്മൾ റെബേക്കയ്ക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ന് റെബേക്കയുടെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്തുകൊണ്ട്?
The principal thanked Rebecca for helping everyone learn about protecting the environment and making a change. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കുകയും സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി റെബേക്ക ശ്രമിച്ചു. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ റെബേക്കയ്ക്ക് നന്ദി പറഞ്ഞത്. Question number 8. Rebecca found out several reasons for climate change. What are they? ക്ലൈമറ്റ് ചേഞ്ചിന് പല കാരണങ്ങൾ റെബേക്ക കണ്ടുപിടിക്കുകയുണ്ടായി. ഏതൊക്കെയാണവ? Rebecca found out that climate change is caused by pollution from cars, buses and planes, cutting down trees and burying trash. അതായത് കാറ്, ബസ്, പ്ലെയിൻസ് ഇവ മൂലമുള്ള വായു മലിനീകരണം, അതുപോലെ തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്, മാലിന്യങ്ങൾ ഭൂമിയിൽ കുഴിച്ചിടുന്നത്, ഇവയൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനുള്ള, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങളായി റെബേക്ക കണ്ടെത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 9. സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള 2 പ്രവർത്തനങ്ങൾ പറയുക. പ്ലാന്റിംഗ് ട്രീസ് ആൻഡ് റെഡ്യൂസിങ് പൊല്യൂഷൻ. 1. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കുക. അടുത്തത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1. റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. കഥ വായിച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പൂർണ്ണമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും കഥ വായിച്ചു നോക്കണം. അതിനുശേഷം താഴെ പറയുന്നത് നോട്ട് ബുക്കിൽ എഴുതാവുന്നതാണ്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 2. ഗിവൺ ബിലോ ആർ 2 സീൻസ് ഓഫ് റെബേക്കാസ് ഫാം. റെബേക്കയുടെ ഫാമിൻ്റെ 2 ദൃശ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. താഴത്ത് കൊടുത്തിരിക്കുന്ന ഇമേജ് നോക്കി, പിക്ചർ നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിഫോർ ഡ്രോട്ട്. ഡ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ച. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിരുന്നു. ആ വർഷം അവർക്ക് ആവശ്യമായ മഴ ലഭിച്ചിരുന്നില്ല, അപ്പോൾ വരൾച്ച ഉണ്ടായി കാണും എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിഫോർ ദ ഡ്രോട്ട്, വരൾച്ചയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? ദിസ് ഈസ് റെബേക്കാസ് ഫാം. ഇത് റെബേക്കയുടെ ഫാമാണ്. ദർ ആർ കാറ്റിൽ, ഷീപ്പ്, ഡക്സ് ആൻഡ് ഹെൻസ് ഇൻ ദ ഫാം. ഫാമിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? കന്നുകാലികളുണ്ട്, ചെമ്മരിയാടുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്. ലാർജ് ബ്രൗൺ കൗസ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫാം. ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ പുല്ലുമേയുക. അപ്പം ബ്രൗൺ നിറത്തിലുള്ള പശുക്കൾ പുല്ലുമേയുന്നു. ദർ ഇസ് എ ഹ്യൂജ് ട്രീ വിത്ത് റൈപ്പ് ഫ്രൂട്ട്സ്. അവിടെ വലിയൊരു വൃക്ഷം നമുക്ക് കാണാൻ കഴിയും. പാകമായ പഴുത്ത പഴങ്ങളോട് കൂടിയ ഒരു വലിയ വൃക്ഷം. എ ഹാപ്പി ബ്രൗൺ സ്ക്വിറൽ ഈസ് സിറ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അതിൻ്റെ ഒരു ശിഖരത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു അണ്ണാൻ കുഞ്ഞിരിപ്പുണ്ട്. ദ ലവ്ലി റെഡ് ഫ്ലവേഴ്സ് ആഡ് ബ്യൂട്ടി ടു ദ ഫാം. ചുമന്ന പൂക്കൾ ആ ഫാമിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഇനിയും ആഫ്റ്റർ ദ ഡ്രോട്ട് ആണ്, വരൾച്ചയ്ക്ക് ശേഷമുള്ള റെബേക്കയുടെ ഫാം എങ്ങനെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നൽകിയിരിക്കുന്നത്. റെബേക്കാസ് ഫാം ലുക്സ് വെരി സാഡ് ആഫ്റ്റർ ദ ഡ്രോട്ട്. വരൾച്ചയ്ക്ക് ശേഷം റെബേക്കയുടെ ഫാം വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. ദ ലാൻഡ് ഈസ് ഡ്രൈ ആൻഡ് ക്രാക്ഡ്. നമുക്ക് അതിൽ നോക്കിയാൽ കാണാൻ കഴിയും എന്ത് ചെയ്തു? ഭൂമി വരണ്ട് വിണ്ട് കീറിയിരിക്കുന്നു. ആൻഡ് ദ ട്രീസ് ഹാവ് നോ ലീവ്സ്. മരമെല്ലാം ഉണങ്ങിപ്പോയി, അതിൽ ഇലകളൊന്നുമില്ല. ദർ ആർ നോ ആനിമൽസ് ഓൺ ദ ഫാം. ഫാമിൽ ഒരു ആനിമൽസിനെ എങ്ങും കാണാനായിട്ട് കഴിയുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് വെരി ക്വയറ്റ് ആൻഡ് എംറ്റി. അത് ശൂന്യമാണ്, അതുപോലെ തന്നെ വളരെ നിശബ്ദവുമാണ്. അടുത്തത് ആക്ടിവിറ്റി 3. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഒന്നാമത്തെ സെൻറ്റൻസ്, ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. നമുക്ക് പിക്ചറിൽ കാണാൻ കഴിയും ഒരാൾ വേസ്റ്റ് വലിച്ചെറിയുകയാണ്, റോഡിലേക്ക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവർ കൈയടിക്കുന്നു. നൗ യു മേ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ഈച്ച് ഓഫ് ദം ഈസ് ഓർ ആർ ഡൂയിങ്. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ ഉള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ പിക്ചറിൽ ഒരു മനുഷ്യൻ തൻ്റെ വീട് പെയിൻറ് ചെയ്യുകയാണ്. ദ മാൻ ഈസ് പെയിൻറ്റിങ് ഹിസ് ഹൗസ്. രണ്ടാമത്തെ പിക്ചറിൽ
ഒരു ഗേൾ എന്ത് ചെയ്യുന്നു? ഒരു പെൺകുട്ടി വൃക്ഷത്തൈ നടുകയാണ്. ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ സീഡ്ലിംഗ്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ഒരു ബോയ് എന്ത് ചെയ്യുന്നു? ഒരു വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് അല്ലേ? ദ ബോയ് ഈസ് ഡിസ്പോസിങ് ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇൻ ടു എ ട്രാഷ് ബിൻ. നാലാമത്തെ പിക്ചറിലോ അവർ ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ? ഗേൾസ്. ദ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4. ദ നേച്ചർ ക്ലബ് ഓഫ് റെബേക്കാസ് സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാൻ റെബേക്കയുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു പോസ്റ്ററിൽ നൽകിയിട്ടുണ്ട്. ഡേറ്റ്, സ്ഥലം, എപ്പോഴാണ് നടത്തുക, ആരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അവരുടെ അസംബ്ലിയിൽ അനൗൺസ് ചെയ്യാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോടും ആവശ്യപ്പെടാം. നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടാം. ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും സുപ്രഭാതം. We are excited to announce that the Nature Club is hosting a short film festival on climate change. നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെല്ലാം അറിയിച്ചു കൊള്ളുന്നു. This event will be held in the school auditorium on November 20, 2024 from 10 a.m. to 1 p.m. ഈ ഇവൻ്റ് എന്നാണ് നടത്തുന്നത്? നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2024 നവംബർ 20 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടത്തുന്നതായിരിക്കും. ദ ഫെസ്റ്റിവൽ വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ ചീഫ് ഓഫ് ദ മസായ് കമ്മ്യൂണിറ്റി ടെമ്പി. ടെമ്പിയിലെ മസായ് കമ്മ്യൂണിറ്റിയുടെ ചീഫായിരിക്കും ഈ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത്. വി ഇൻവൈറ്റ് ഓൾ സ്റ്റുഡൻസ് ടു സബ്മിറ്റ് ദെയർ ഷോർട്ട് ഫിലിംസ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. This is a wonderful opportunity to learn about climate change and how we can contribute to protecting our planet. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ഗ്രഹത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു സുവർണ അവസരമാണിത്. We encourage everyone to attend and show your support. നിങ്ങളെല്ലാവരും ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുവാനും ഇതിനോടുള്ള നിങ്ങളുടെ പിന്തുണ അറിയിക്കുവാനും ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. Let us come together to raise awareness and make a difference. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ ഒരു അവബോധം സൃഷ്ടിക്കുവാനും ഒരു മാറ്റം കൊണ്ടുവരാനുമായിട്ട് നമുക്ക് ഒരുമിച്ച് അണിചേരാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ആക്ടിവിറ്റി നമ്പർ 5. Pairs of words that have the same sound but different meanings are given in brackets. വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുന്നതും എന്നാൽ വളരെ വ്യത്യസ്തമായ അർത്ഥമുള്ളതുമായ പദജോഡികളാണ് താഴെ ബ്രാക്കറ്റിനുള്ളിൽ നൽകിയിരിക്കുന്നത്. ചൂസ് ദ റൈറ്റ് വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അതിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുത്ത് സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ്, ദിസ് ഡാഷ് വി ഡിഡ്ന്റ് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. ബ്രാക്കറ്റിൽ YEAR ഇയർ വർഷം, EAR ചെവി. ഇതിൽ ഏതായിരിക്കും അനുയോജ്യമായത്? വർഷമായിരിക്കും അല്ലേ? YEAR ആണ് കറക്റ്റ്. സെൻറ്റൻസ് നമ്പർ 2, ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ടങ്ക്. ഇൻ ബ്രാക്കറ്റ്സ് WHOLE ഹോൾ. ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവനും, ആൻഡ് HOLE അത് സുഷിരം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് എന്താണ്? HOLE ആണ്. സെൻറ്റൻസ് നമ്പർ 3, വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. നമുക്ക് ശ്വസിക്കാൻ എന്ത് വേണം? AIR അത് വായു, HEIR അത് അതിൻ്റെ മീനിങ് അവകാശി എന്നാണ്. അപ്പോൾ ഇതിലിവിടെ കറക്റ്റായിട്ടുള്ളത് AIR ആണ്, വായുവാണ് കറക്റ്റ്. സെൻറ്റൻസ് നമ്പർ 4, ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെൻറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫേസ് മുഖം, PHAC ഫേസ്, ഘട്ടം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് PHAC ആണ്,
പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന അർത്ഥത്തിൽ. സെൻറ്റൻസ് നമ്പർ 5. ദ എൽഡേഴ്സ് ഡിസൈഡഡ് ടു ഡാഷ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. പാഠഭാഗത്ത് നമുക്കറിയാം അവരെന്താണ് കത്താണ് എഴുതിയത്. കത്ത് എഴുതി അല്ലേ? എഴുതി എന്ന അർത്ഥത്തിൽ ഇവിടെ റൈറ്റ് ആണ് വരുന്നത്. RIGHT അത് റൈറ്റ് ആണ്. അത് അതിൻ്റെ മീനിങ് വരുന്നത് ശരിയായ. സെൻറ്റൻസ് നമ്പർ 6. ദ ക്ലാസ് റൂം ഈസ് ഡാഷ് നൗ ക്വയറ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദം. ക്വയറ്റ് അടുത്തത് QUITE എന്ന് പറഞ്ഞാൽ മുഴുവൻ, പൂർണ്ണമായി എന്നാണ് അർത്ഥം വരിക. ഇവിടെ നിശബ്ദമായി എന്ന അർത്ഥത്തിൽ QUIET ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആക്ടിവിറ്റി നമ്പർ 6. ഹിയർ ഈസ് റെബേക്കാസ് റൂട്ടീൻ. റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിനചര്യ. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റൂട്ടീൻ ആക്ടിവിറ്റീസ്. അത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ ദിനചര്യകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ എഴുന്നേൽക്കുന്നു. ഷീ ബ്രഷസ് ഹെർ ടീത്ത്. അവളുടെ പല്ല് തേക്കുന്നു. ഷീ ലേൺസ് ഹെർ ലെസൺസ് റെഗുലർലി. എന്നും റെഗുലറായിട്ട് അവളുടെ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ പഠിക്കുന്നു. ഷീ ഹെൽപ്സ് ഹെർ മദർ ഇൻ കുക്കിംഗ്. അവളുടെ അമ്മയെ കുക്കിങ്ങിൽ സഹായിക്കുന്നു. ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദ ആനിമൽസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫാമിൽ പോകുന്നു. അവിടുത്തെ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. അവയുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇനിയും നിങ്ങളുടെ റൂട്ടീനാണ് നൽകേണ്ടത്. ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് ഒരു റൂട്ടീൻ നൽകിയിട്ടുണ്ട്. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് ഡ്രിങ്ക് മിൽക്ക്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പല്ല് തേച്ചതിന് ശേഷം ഞാൻ പാല് കുടിക്കുന്നു. ഐ ചെക്ക് മൈ സ്കൂൾ വാട്സപ്പ് മെസ്സേജ്. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും വാട്സപ്പ് മെസ്സേജസ് ഉണ്ടോ എന്ന് നോക്കുന്നു. ആൻഡ് സ്റ്റഡി. അതിനുശേഷം പഠിക്കുന്നു. ദെൻ ഐ ഗോ ടു സ്കൂൾ. പിന്നീട് സ്കൂളിൽ പോകുന്നു. ആഫ്റ്റർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഐ പ്ലേ ആൻഡ് ടേക്ക് എ ബാത്ത്. ഞാൻ കളിക്കാൻ പോകുന്നു. കളിച്ചതിന് ശേഷം കുളിക്കുന്നു. ഐ സ്റ്റഡി അഗെയിൻ. വീണ്ടും പഠിക്കുന്നു. പ്രേ, ഈറ്റ് ഫുഡ് ആൻഡ് സ്ലീപ്പ്. അതിനുശേഷം പ്രാർത്ഥിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ആക്ടിവിറ്റി 7. ഷാൽ വി ഫോം 2 ഗ്രൂപ്പ്സ് ആൻഡ് പ്ലേ എ വേർഡ് ഗെയിം. നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് ഒരു വേർഡ് ഗെയിം കളിച്ചാലോ? യുവർ ടീച്ചർ വിൽ ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ ടീച്ചർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. ആക്ട് അക്കോർഡിംഗ്ലി. അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെ നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ ഷീ ഈസ് പ്ലേയിങ് എന്ന സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് പിക്ചറിൽ ഈസ് ഷീ പ്ലേയിങ് എന്ന ക്വസ്റ്റ്യനും കൊടുത്തിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിൻ്റെ ഘടന നോക്കിയാൽ അതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പിക്ചറിലുള്ള സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ പിക്ചറിൽ, ചുമന്ന ബോർഡറുള്ള പിക്ചറിൽ വന്നിരിക്കുന്നത്. ഷീ ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഇവിടെ അവൾ കളിക്കുകയാണ്, അവളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ എന്തിനെക്കുറിച്ചാണോ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ അവൾ കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് അവളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് പ്ലേയിങ് ആണ്, കളിക്കുക. ഈസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലേയിങ് എന്ന വെർബിനോടൊപ്പം ഹെൽപ്പ് ചെയ്യുന്ന വെർബാണ് ഈസ്. ഹെൽപ്പിംഗ് വെർബിനെ ഓക്സിലറി വെർബ് എന്നും വിളിക്കാറുണ്ട്. ഈ സെൻറ്റൻസിനെ ഷീ ഈസ് പ്ലേയിങ് എന്ന് പറയുന്ന സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഈ സെൻറ്റൻസിലെ ഓക്സിലറി വെർബായ ഈസിനെ സബ്ജക്റ്റായ ഷീക്ക് മുമ്പിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ്റെ ഫോമിലോട്ട് മാറും. രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാൻ കഴിയും ഈസ് ഷീ പ്ലേയിങ്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യനായിട്ട് മാറി. ആ സെൻറ്റൻസിലെ ഓക്സിലറി വെർബായ ഈസിനെ നമ്മൾ സബ്ജക്റ്റായ ഷീക്ക് മുമ്പായി എഴുതി. കൺവേർട്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻറ്റു ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും ക്വസ്റ്റ്യൻ ആക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേ ആർ വറീഡ്. ഈ സെൻറ്റൻസിൽ നോക്കിയാൽ ഇവിടെ ദേ അവരെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്. വറീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വിശേഷണമാണ്, അവരുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ആ ഒരു വിശേഷണത്തെ ആണ് ഇംഗ്ലീഷിൽ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ വറീഡ് എന്ന വാക്ക് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്.
ഇവിടെ ആർ എന്ന വെർബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റൻസിൽ ആറ് ഒരു ലിങ്കിങ് വെർബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലിങ്കിങ് വെർബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിൻ്റെ വിശേഷണവുമായി ബന്ധിപ്പിക്കുന്ന വെർബാണ് ലിങ്കിങ് വെർബ് എന്ന് പറയുന്നത്. ദേ ആർ വറീഡ്, അവർ വിഷമിച്ചിരിക്കുകയാണ്. ആ രണ്ട് വാക്കുകൾ സബ്ജക്റ്റിനെയും വറീഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കാണ് ആർ. അതുകൊണ്ട് ഇവിടെ ആർ ലിങ്കിങ് വെർബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ലിങ്കിങ് വെർബായ ആറിനെ സബ്ജക്റ്റിന് മുമ്പ് എഴുതിയാൽ നമുക്ക് ആ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. ആർ ദേ വറീഡ്. അടുത്ത സെൻറ്റൻസ്, ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ഈ സെൻറ്റൻസിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. വേൾഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഗെറ്റിംഗ് ഹോട്ടർ, ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂടാണ്, ഒരു വിശേഷണമാണ്. ഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ. അതുകൊണ്ട് ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്, വെർബ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആണ്. ഗെറ്റിംഗ് ഹോട്ടർ. ഇവിടെ ഗെറ്റിംഗ് ഹോട്ടർ അതിനെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വെർബാണ് ഈസ്. ഇവിടുത്തെ ലിങ്കിങ് വെർബായിട്ട് ഈസ് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ലിങ്കിങ് വെർബായ ഈസിനെ സബ്ജക്റ്റിന് മുമ്പായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ഹോട്ടർ. അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. അത് ഭൂമിക്ക് വലിയൊരു പ്രശ്നമാണ്. അത് എന്ന് പറയും എന്തോ ഒരു കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എ ബിഗ് പ്രോബ്ലം, വലിയൊരു പ്രശ്നം. ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിശേഷണമാണ്. അതുകൊണ്ട് ഇവിടുത്തെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത് ബിഗ് എന്ന് പറഞ്ഞ വേർഡാണ് ഈസ്. അതായത് സബ്ജക്റ്റിനെ നമ്മുടെ സെൻറ്റൻസിലെ ബാക്കി ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കായിട്ട് ഈസ് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഈ സെൻറ്റൻസിൽ ഈസ് എന്ന് പറയുന്നത് ലിങ്കിങ് വെർബാണ്. ലിങ്കിങ് വെർബായ ഈസിനെ നമ്മുടെ സബ്ജക്റ്റായ ഇറ്റിന് മുമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ലഭിക്കും. ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്? അടുത്ത സെൻറ്റൻസ്, റെബേക്ക ഈസ് ഹാപ്പി. ഈ സെൻറ്റൻസിൽ റബേക്കയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റബേക്കയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു വിശേഷണമാണ്. റബേക്കയുടെ അവസ്ഥയാണ് ഹാപ്പി. അപ്പോൾ ഹാപ്പി എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവാണ്. ഇവിടെ ഈസ് വെർബായിട്ട് വർക്ക് ചെയ്യുന്നു. ലിങ്കിങ് വെർബാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ വിശേഷണവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കായിട്ട് ഈസ് വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ലിങ്കിങ് വെർബായ ഈസിനെ സബ്ജക്റ്റായ റബേക്കയ്ക്ക് മുമ്പായി നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ലഭ്യമാകും. ഈസ് റബേക്ക ഹാപ്പി? അടുത്ത സെൻറ്റൻസ്, ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. അവർ സാപ്ലിങ്സ് നട്ടു. ഇതിൽ അവരെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്. ഇവിടുത്തെ ക്രിയ എന്താണ്? പ്രവൃത്തി പ്ലാന്റഡ്. വെർബ് പ്ലാന്റഡ് എന്നുള്ള വേർഡാണ്. ഹാവ് ഇവിടെ ഓക്സിലറി വെർബായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് വെർബിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സഹായക ക്രിയ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വെർബിനെ സഹായിക്കുന്ന വെർബ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടെൻസിൻ്റെ ഡിഫറെൻറ്റ് ടെൻസ്, അതുപോലെ വോയിസ്, മൂഡ്സ് ഒക്കെ ഒരു സെൻറ്റൻസിൽ പറയാൻ വേണ്ടിയാണ്. അത് കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സുകൾ നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ഓക്സിലറി വെർബ് അല്ലെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെർബിനെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഈ സെൻറ്റൻസിൽ ഹാവ് എന്നുള്ളത് ഇവിടുത്തെ ഈ സെൻറ്റൻസിലെ വെർബായ പ്ലാന്റഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓക്സിലറി വെർബായ ഹാവിനെ സബ്ജക്റ്റായ ദേയ്ക്ക് മുമ്പിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്?
ലാസ്റ്റ് സെൻറ്റൻസ്, റെബേക്ക ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? റെബേക്കയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റെബേക്കയാണ്. പ്രവൃത്തി എന്താണ്? എഴുതി. റിട്ടൺ ആണ് ഇവിടുത്തെ വെർബ്. ഹാസ് റിട്ടൺ, ഹാസ് ഇവിടെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഓക്സിലറി വെർബായ ഹാസിനെ സബ്ജക്റ്റിന് മുമ്പ് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഹാസ് റെബേക്ക റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. Activity number 8. Read the following newspaper report about a girl who set out on a mission to save the planet. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ ഒരു പ്രത്യേക ദൗത്യവുമായി ഇറങ്ങിയ സ്വീഡൻ സ്വദേശിനിയായ ഒരു കൊച്ചു പെൺകുട്ടിയെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കുക. അതിനുശേഷം ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. The Eco Club in your school planted saplings on the school premises and distributed saplings to the students on the World Environment Day. ലോക പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിലെ എക്കോ ക്ലബ്ബ് വൃക്ഷത്തൈകൾ സ്കൂൾ പരിസരത്ത് നടുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. A rally was also held to make people aware of the need to conserve water. ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു റാലിയും നടത്തി. ദ പ്രോഗ്രാം വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദ വാർഡ് മെമ്പർ. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത വാർഡ് മെമ്പർ ആയിരുന്നു. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ന്യൂസ് റിപ്പോർട്ട് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും ഡേറ്റും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ആക്ടിവിറ്റി 9. Given below is a placard related to global warming. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രിപ്പയർ അനദർ വൺ അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. അതായത് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിവിടെ നൽകിയിട്ടുണ്ട്. യു മേ മേക്ക് മോർ പ്ലക്കാർഡ്സ്. നിങ്ങൾക്ക് കൂടുതൽ പ്ലക്കാർഡുകൾ ഉണ്ടാക്കാവുന്നതാണ്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 10. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അടിവരയിട്ടിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. റെബേക്കയ്ക്ക് മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ദെയർ വാസ് ആൻ ആപ്പിൾ ട്രീ ഇൻ ദ ഗാർഡൻ. ആ പൂന്തോട്ടത്തിൽ മനോഹരമായ ഒരു ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് എ, ആൻ ഓർ ദ. താഴെ തന്നിരിക്കുന്ന പാസേജ് എ, ആൻ, ദ ചേർത്ത് പൂർണ്ണമാക്കുക. എ, ആൻ, ദ ഇവയെ അറിയപ്പെടുന്നത് ആർട്ടിക്കിൾസ് എന്ന പേരിലാണ്. ഇതിൽ ദ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും എ, ആൻ എന്നിവ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും അറിയപ്പെടുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ പറയുന്നിടത്ത് നമ്മൾ ദ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ നമ്മൾ പറയുന്നില്ല എങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയും ആനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ പറയാൻ വേണ്ടി പറയുന്നിടത്താണ് ആർട്ടിക്കിൾ എ യൂസ് ചെയ്യുന്നത്. അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെയാണ് എ സാധാരണയായി യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് വവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് മുമ്പായിട്ടാണ്. വവൽസ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. എ, ഇ, ഐ, ഒ, യു. വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പിലായിട്ട് ആൻ ആണ് ഉപയോഗിക്കാറ്. ബാക്കിയുള്ള കൺസോണൻസിൻ്റെ കൂടെ എ ആണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഭാഗം വായിക്കാം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഐ ആം ഡാഷ് ആപ്പിൾ ട്രീ ഇൻ റെബേക്കാസ് ഗാർഡൻ. ഇവിടെ ആപ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണ്. അത് വൗവലിലെ ഒരു ലെറ്റർ ആണ്. അതുകൊണ്ട് ഇവിടെ അനുയോജ്യമായത് ആൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? ഐ തിങ്ക് ദ ആൻസർ ഈസ് നോ. അതായത്
കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആവശ്യത്തിന് മഴ ലഭിച്ചിരുന്നോ എന്നുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നോ. അതുകൊണ്ടാണ് ഇവിടെ ദ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് മേ ബി ദ റീസൺ? ഇവിടെ പറയുന്നത് മഴ ലഭിക്കാതിരിക്കുന്നതിനുള്ള ആ ഒരു സ്പെസിഫിക് കാരണത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെയും ദ എന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിരിക്കുന്നത്. പീപ്പിൾ ആർ കട്ടിംഗ് അസ് ഡൗൺ. വി ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് റെയിൻ. വി ഗിവ് യു ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രഷ് എയർ. സോ ഡോണ്ട് കട്ട് അസ് ഡൗൺ. ഐ ക്യാൻ സ്റ്റാൻഡ് ലൈക്ക് ആൻ അംബ്രല്ല ടു പ്രൊട്ടക്റ്റ് യു. അംബ്രല്ലയ്ക്ക് മുമ്പിലായി ആനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, യു എന്നത് വൗവൽസിലെ ഒരു ലെറ്ററാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. പ്രൊട്ടക്റ്റ് യു ഫ്രം ദ ഹോട്ട് സൺ. സൂര്യനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നതുകൊണ്ടാണ് ഇവിടെ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യു പ്ലാന്റ് മോർ സാപ്ലിങ്സ്, ഐ ഷൽ ഗിവ് യു ലോട്ട്സ് ഓഫ് ആപ്പിൾസ്. വെൻ വി പ്ലാന്റ് ഡാറ്റ് സാപ്ലിംഗ്, എ സാപ്ലിംഗ്, ഒരു വൃക്ഷത്തൈ, അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വൃക്ഷത്തൈയെക്കുറിച്ചുള്ള അല്ല നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു വൃക്ഷത്തൈ നടുകയാണെങ്കിൽ വി ആർ പ്ലാന്റിങ് ഹോപ്പ്. അതുകൊണ്ടാണ് അവിടെ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ പ്രയോജനപ്രദമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.